ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ട്, കണ്ടേ തറയൊക്കെ നന്നായിട്ട് നനഞ്ഞൊക്കെ കിടക്കുകയാണ്. ഒന്നും അടിച്ചു വരാനൊന്നും പറ്റിയിട്ടില്ല, ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മോൻ്റെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണേ, മാരരിക്കുളം അമ്പലത്തിൽ പോകണം. അങ്ങനെ മോൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമുക്കിവിടെ എല്ലാം ഇലകളെല്ലാം കിടക്കുന്നത് ഒന്നും അടിച്ച് വരാനൊന്നും പറ്റിയിട്ടില്ല. രാവിലെ തൊട്ടുള്ള മഴ ചെയ്ത് കാരണം ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കളയാൻ. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് വിട്ടത്. പിന്നെ ഇന്നിപ്പം പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ടും സോയ റോസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ട് സവോളയൊക്കെ അതിന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അനുക്കുട്ടി പുട്ടിനുള്ള പൊടി നനയ്ക്കുന്നുണ്ട്. നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ അതെടുത്ത് നനച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ മോൾക്ക് ഈ പുട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടം ചോളപ്പൊടിയുടെ പുട്ടാണ് ഇഷ്ടം. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നെ അതൊന്ന് അരിച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതങ്ങനെ അരിച്ചെടുക്കുകയായിരുന്നേ. അപ്പോൾ അത് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ് എന്തായാലും നമ്മൾ മറ്റേ ഒരു പാക്കറ്റ് 1 കിലോയുടെ ഒരു പാക്കറ്റാണല്ലോ പൊൻകതിറിൻ്റെത്. അപ്പോൾ അത് എന്തായാലും എടുത്ത് നനയ്ക്കുകയും ചെയ്ത്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ബാലൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ വൈകുന്നേരം കഴിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര മടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനിത് അരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നേ. അരിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയ റോസ്റ്റ് ഉള്ളത് കൊണ്ട് പുട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ സോയ റോസ്റ്റ് ചെയ്ത് മറ്റേ പൊൻകതിറിൻ്റെ പുട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും കഴിക്കാനൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കഴിച്ച് അങ്ങനെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ടേബിളിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ഇനി എന്നാ കറി വയ്ക്കും, ഇപ്പോൾ മീനില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു തീരുമാനമായി. മുട്ട ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്കെന്തെങ്കിലും മുട്ടച്ചോറുണ്ടാക്കാം. മറ്റേ ബസുമതി റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ മുട്ടച്ചോറുണ്ടാക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ മക്കൾ എന്നോട് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ മുട്ടച്ചോറ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, എനിക്ക് പിന്നെ അവിടെ റോളില്ലല്ലോ, രണ്ടുപേരും കൂടെ ചെയ്യും. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ ഇത് മോളുടെ മുറിയാണ്. ഞാൻ മോളുടെ മുറിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ നല്ല മഴക്കാറ് വെച്ചിട്ട് മഴയുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ റൂമിലിരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എപ്പോഴും. മാത്രമല്ല ഇവിടെ ആകുമ്പോഴത്തേക്ക് നല്ല സൈലൻ്റാണ്. പിന്നെ റോഡിലെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. വണ്ടി പോകുന്നതിൻ്റെയും ട്രെയിൻ പോകുന്നതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കയറി വരും. അതൊക്കെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ എനിക്കെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് റൂമിൽ ആരും ഉണ്ടാകരുത്. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് പറയുന്നതിൻ്റെ ആ ഫ്ലോ അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ ആരെങ്കിലും കയറി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്കാവും നമ്മുടെ ശ്രദ്ധ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഒരു വീഡിയോ ആണെങ്കിലും ഒരു ഷോർട്ടാണെങ്കിലും ഒക്കെ ഇടാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടല്ലേ. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ആക്കാനും ഒക്കെ ഏറ്റില്ലെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ എന്തോരം കഷ്ടപ്പാടിൻ്റെ പുറകിലുണ്ടെന്ന് വീഡിയോ ഇടുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു വ്യൂസ് കുറവായെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരും അല്ലേ. യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഞാൻ പലരുടെയും വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അതിൻ്റെ വ്യൂസ് നോക്കുമ്പം 10K 30K 25 അങ്ങനെ ഓരോ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ ഇതിൽ ഒരു 1K എങ്കിലും വ്യൂസ് ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, ഈ വീഡിയോ എങ്കിലും കൂടുതൽ വ്യൂസ് കിട്ടും. അങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊന്നും ഒരു മങ്ങലും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലേ എന്ന് വേണം പറയാൻ. എന്നെപ്പോലെ ഒത്തിരി പേര് ഈ സെയിം പരാതികളുമായിട്ട് ചാനൽ നടത്തുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ചാനലിൽ കൂടി തന്നെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നേ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ ഒന്ന് ലേഡീസ് സ്റ്റോർ വരെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പം മോൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് റെഡിയായതാണേ. അപ്പോൾ നമ്മൾ കണിച്ചുകുളങ്ങര വരെയാണ് പോണത്. അമ്പലത്തിനടുത്ത് ഉള്ള ലേഡീസ് സ്റ്റോറിലാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആ കട തുറക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഏതെങ്കിലും കടയെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കൂടി തന്നെ പോവുകയാണ്. അപ്പം നടന്നാണ് പോണത്. നമുക്കിവിടെ തൊട്ടടുത്തല്ലേ. അമ്പലത്തിലേക്കുള്ള ദൂരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല, നമുക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ നടന്ന് തന്നെയാണ് പോയത്. ഓട്ടോയ്ക്കൊന്നും പോയിട്ടില്ലായിരുന്നു. നടക്കുന്നതും ഒരു വ്യായാമമാണല്ലോ. എപ്പോഴും നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോകുന്നതിനോടൊന്നും യോജിപ്പില്ല. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ നടന്നങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇനി ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച കട തുറന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു കട തുറക്കാതിരിക്കുകയില്ല. അങ്ങനെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് പോവുകയാണേ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കട തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ വേറൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അത്യാവശ്യം കിട്ടിയതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒന്നും മഴ പെയ്തിട്ടില്ലായിരുന്നു. വീട്ടിൽ വന്ന് കയറിയ ഉടനെ നല്ല ഗംഭീര മഴ. എന്നുവെച്ചാൽ നല്ല കാറ്റുമായിരുന്നു. നല്ല കാറ്റും നല്ല അടിപൊളി മഴ. കാറ്റടി നന്നായിട്ട് അകത്തേക്ക് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഈ ജനലൊന്ന് അടച്ചിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. പിന്നെ ഈ മഴ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയേ, കുറച്ച് കപ്പലണ്ടി വറുക്കാന്നാണ് ആദ്യം ഓർത്തത്. നോക്കിയപ്പോൾ കപ്പലണ്ടി തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കടല ഇരിപ്പുണ്ടായിരുന്നു. കടല എടുത്തൊന്ന് വറുത്ത് കുറച്ച് കട്ടൻ ചായയായിട്ടൊന്ന് കഴിക്കാനൊരു മോഹം. അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലേക്ക് വിട്ട് അങ്ങനെ ചെന്നിട്ട് കുറച്ച് കടല വറുക്കാനൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അനുക്കുട്ടി വന്ന് ചോദിച്ചു, അമ്മ ഇത് എന്നാ വറുക്കുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി കടല വറുക്കുകയാണ്. അപ്പോൾ എന്നോട് പറയണേ, ഞാനിപ്പോൾ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ കുറച്ച് കടല വറുത്താലോ എന്ന്. അപ്പോൾ അതേ അടുക്കള വരുമ്പോൾ അമ്മ കടല വറുക്കുന്നു. സാധാരണ കടല വറുക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ കടല കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട്, കുതിർന്ന കടലയാണ് നമ്മൾ ഉണക്കിയിട്ട് പിന്നെ വറുത്തെടുക്കുന്നത്. പക്ഷേ ഇത് വെള്ളത്തിലിട്ട് വെക്കാനൊന്നും സമയമില്ലല്ലോ. പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് പെട്ടെന്നൊന്ന് കുറച്ചെടുത്ത് വറുത്തന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത കടലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രശ്നമില്ല. കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നല്ല ഒരു ഹാർഡായിരുന്നു. പിന്നെ കാപ്പിയുടെ കൂടെ അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് റാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത് ശർക്കര ഇട്ടൊന്ന് കുറുക്കി എടുക്കാനായിട്ടേ. അപ്പോൾ അതേ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പിയും കുടിച്ച് കുറുക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ. ഇന്ന് കുറച്ച് സംസാരം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ബോറടിച്ചോ? കമൻ്റ് ഇട്ടേക്കണേ. കൂടെ ഒരു ലൈക്കും. ടാറ്റാ.